ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പയർ കൃഷിയെക്കുറിച്ചുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ സോളാർ പാനലാണ്. നമ്മുടെ നാട്ടിൽ പന്നിശല്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. നമുക്ക് ഫെൻസിങ് ഇല്ലാതെ കൃഷി ചെയ്യാനേ പറ്റില്ല. ഈ ചാനലിൽ തന്നെ ഞാൻ പയർ കൃഷിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൃഷി ചെയ്യുന്ന പയറുകൾ കുലകുലയായിട്ടാണ് പിടിക്കുന്നതെന്ന്. ആദ്യത്തെ വീഡിയോയിൽ കാണുന്ന അതേ പയർ ചെടികളാണിത്. ഏകദേശം തുടർച്ചയായിട്ട് 2 മാസത്തോളം ഈ പയർ ചെടികൾ വിളവെടുത്ത് വരികയാണ്. ഇതിന്റെ ഇല കാണുമ്പോൾ നിങ്ങൾക്കറിയാം, കൃഷി ചെയ്യുന്നവർക്കറിയാം. ഇതിൽ തന്നെ നമ്മൾ 10ൽ കൂടുതൽ പയർ പറിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പയർ പിടിച്ചു വരുന്നു. ഇത് നമുക്ക് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പൂവ് വളർന്നു വരും. പിന്നെ നമ്മൾ അത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഈ നിൽക്കുന്ന എല്ലാം പയറിൻ്റെ പൂക്കളാണ്. ഇത് വലുതായി എങ്ങനെ പോയാലും അന്ന് ഞാൻ 15 എന്ന് പറഞ്ഞെങ്കിലും ഒരു 20 അല്ലെ 25 പയർ കുലയിൽ നിന്ന് തന്നെ നമുക്കൊരു 25 പയറോളം പൊട്ടിച്ചെടുക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിക്ക് വെള്ളവും വളവും കൊടുത്താൽ മാത്രമേ പറ്റൂ. ഇത് കണ്ടില്ലേ, ഇതും അതുപോലെ നമ്മൾ ഇത്രയും ഭാഗത്തെ പയർ പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അടുത്ത ഇനി ഈ പയർ വലുതായി നമ്മൾ ഇത് വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പൂക്കളെല്ലാം വലുതായി നമുക്ക് അടുത്ത പയറാവും. ഒരിക്കലും നഷ്ടം വരാത്തൊരു കൃഷിയാണ് പയർ കൃഷി. തികച്ചും ജൈവവളം മാത്രമാണ് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ വളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടി ഇങ്ങനെ കുലകുത്തി കായ്ക്കാൻ കാരണമെന്ന്. വളം എന്താണെന്ന് അറിയേണ്ടവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഞാൻ വളത്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയുകയാണ്. പല വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ട്, പയർ നല്ല പൂത്ത് നല്ലപോലെ കായ്ച്ച് നല്ല തളിർത്ത് നിൽക്കുമ്പോൾ ഇലക്കിട്ട് കൂടുതലാണെന്നും പറഞ്ഞ് പയറിൻ്റെ കുറച്ചിലകൾ, ഇലയിൽ കുറച്ചിലകളൊക്കെ നുള്ളിക്കളയും. ഇത് കണ്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്നേരം എന്താണ് മനസ്സിലായെന്ന് വെച്ചാൽ, അതോടുകൂടി ആ ചെടിയുടെ വളർച്ച അവിടെ നിൽക്കുവാണ്. ഞാൻ ഇന്നിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവർ, ഇപ്പോൾ ഒരു ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരിപ്പം നല്ല വിളവ് കിട്ടണമെന്നുള്ള രീതിക്കാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും നമ്മൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ തുടക്കത്തിൽ തന്നെ ആ കൃഷി മോശമായി പോവുകയും പിന്നെ നമ്മൾ കൃഷി ചെയ്യാൻ പോലും നിൽക്കില്ല. ചെടികൾക്ക് വളരാൻ ഇല അത്യാവശ്യമാണ്. നമുക്ക് എത്രത്തോളം ഇലയുണ്ടോ ആ രീതിക്ക് നമ്മൾ വളമിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കായ്ഫലം നമുക്ക് കിട്ടും. പയറുചെടി നല്ല പൂത്ത് കായ്ച്ചു വരുന്ന സമയത്ത് ഈ ചെടിയുടെ വളർച്ചയെല്ലാം ഇല വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് ചെടിക്ക് പയറിന് വളർച്ച കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഇല നുള്ളി കളയുമ്പോൾ ഇപ്പം ആദ്യത്തെ ട്രിപ്പ് നമുക്ക് ആ കിട്ടുന്ന വിളവേ കിട്ടും. പിന്നെ ഇത് ചെടി തന്നെ നശിച്ചു പോകാൻ കാരണമാവും. എൻ്റെ ഈ പയർ ചെടികളുടെ ഇലകൾ കാണുമ്പോൾ അറിയാം, ഞാൻ തുടർച്ചയായി 2 മാസമായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വിളവെടുത്തിട്ടുള്ള ആ ഭാഗം കാണുമ്പോഴും നിങ്ങൾക്കറിയാൻ പറ്റും. ഈ ഒരു ഇതില്
കീടങ്ങളെ കൊല്ലാൻ ഒരു തരത്തിലുള്ള കീടനാശിനികളും ഉപയോഗിക്കുന്നില്ല. ആകെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പൂക്കൾ വരുന്ന സമയത്ത് ഇതിന് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്തു കൊടുക്കും. അതല്ലാതെ ഈ ചെടികൾക്ക് വേറെ ഒരു രീതിയിലുള്ള ഒരു പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നില്ല. പൊട്ടിച്ചെടുത്ത് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് സേഫായിട്ടാണ് കൃഷി ചെയ്യുന്നത്. അല്ലാതെ ഓവറായിട്ട് പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിലൊന്നും ഒരു കീടശല്യം പോലും ഇല്ല, മുഞ്ഞയില്ല, ഒരു ശല്യവും ഇല്ല. വേനൽക്കാലത്ത് പൊതുവെ ഈ കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും. നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കീടങ്ങളുടെ ശല്യം പോലും നമ്മുടെ പയറിനില്ല. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ പയർ ചെടിയിൽ മൂട്ടിൽ നിന്ന് തന്നെ നല്ലപോലെ കുലകുത്തി ഒരുപാട് പയർ കിട്ടുമെന്ന്. ഇത് ഇപ്പോൾ 2 മാസം വിളവെടുത്ത് കഴിഞ്ഞിട്ടും അടുത്ത പയറുകൾ ഇങ്ങനെ പൊട്ടി വരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും. നമ്മൾ ആവശ്യമില്ലാതെ കുറേ വളങ്ങൾ ഇടുകയാണെങ്കിൽ, ജൈവവളം അല്ലാത്ത വളം ഇടുകയാണെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. എല്ലാവർക്കും കൃഷി ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിളവ് കിട്ടില്ല. അത് നമ്മൾ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് ആ രീതിക്കൊരു വിളവ് കിട്ടാത്തത്. അന്നേരം കൃഷിയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങളുടെ പയർ കൃഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിക്ക് നമുക്ക് വിളവ് കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് നല്ല വളം ഇട്ട് കൊടുക്കുക, പയറിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ പയർ പൂത്ത് വരുന്ന സമയത്ത് ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.